ഖത്തറിൽ ആക്രമണം നടത്തുന്നതിന് മുൻപ് തന്നെ അമേരിക്ക അറിയിച്ചിരുന്നു ഖത്തറിനെ എന്നുള്ള വാദത്തെ ഖത്തർ തള്ളുകയാണ്. ഖത്തറിന്റെ സ്പോക്ക് പേഴ്സൺ അതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ ലഭ്യമാക്കുന്നുണ്ട്. ആക്രമണ ശേഷം മാത്രമാണ് ഖത്തർ അമീറിനെ ട്രംപ് വിളിച്ചത് എന്നാണ് വക്താവ് അറിയിക്കുന്നത്. ഖത്തർ അമീറിനോട് ഇത്രയും കാലത്തെ സൗഹൃദത്തിനും പിന്തുണയ്ക്കുമെല്ലാം നന്ദി അറിയിച്ചു എന്ന് പറയുന്നു. ആവർത്തിക്കില്ല ആക്രമണമെന്ന് US പ്രസിഡന്റ് ഖത്തർ അമീറിനെ അറിയിച്ചു എന്നൊക്കെയുള്ള വിവരങ്ങൾ ഇപ്പോൾ വരുന്നുണ്ട്. ഖത്തറിന്റെ വക്താവ് ഇക്കാര്യങ്ങളെല്ലാം നേരത്തെ തന്നെ അമേരിക്കയുടെ വക്താവ് ഇക്കാര്യങ്ങൾ നേരത്തെ തന്നെ പറഞ്ഞിരുന്നതാണ്. പക്ഷേ ആക്രമണ ശേഷമാണ് ഖത്തർ അമീറിനെ ട്രംപ് വിളിച്ചത് എന്നുമുള്ള കാര്യങ്ങൾ അറിയിക്കുന്നു. പക്ഷേ ഈ കാര്യങ്ങളെല്ലാം ഖത്തർ തള്ളുകയാണ് എന്നുള്ള വിവരങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഖത്തറിൽ നിന്ന് അബ്ബാസ് മുഹമ്മദ് ചേരുന്നുണ്ട്. അബ്ബാസ്, കൂടുതൽ വിവരങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ആഭ്യന്തരമായിട്ടുള്ള ചില കാര്യങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. അമേരിക്ക പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം തെറ്റാണ് എന്ന് വെക്കുന്ന റിപ്പോർട്ടുകളാണ് അവിടെ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മാത്രമല്ല, നിലവിലെ ഒരു സാഹചര്യം നേരത്തെ അബ്ബാസ് പറഞ്ഞതുപോലെ ആശങ്കപ്പെടാനുള്ള സാഹചര്യമില്ല. പക്ഷേ ഏത് തരത്തിലായിരിക്കും ഇനിയുള്ള അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യവുമായിട്ടുള്ള ഖത്തറിന്റെ കമ്മ്യൂണിക്കേഷൻ എങ്ങനെയായിരിക്കും, മുമ്പോട്ട് പോക്ക് എങ്ങനെയായിരിക്കും എന്നതിലൊക്കെ ഇപ്പോഴും ആശങ്ക നിലനിൽക്കുന്നുണ്ട്. സൗഹൃദം ഉണ്ടായിരുന്ന രാജ്യങ്ങളായതുകൊണ്ട് തന്നെ. മാത്രവുമല്ല, നേരത്തെ സൂചിപ്പിച്ചതുപോലെ യൂറോപ്യൻ രാജ്യങ്ങൾ ഏതു തരത്തിൽ പ്രതികരിക്കും എന്നുള്ളത് ഉറ്റുനോക്കുന്നുണ്ട്. അത്തരത്തിൽ എങ്ങനെയാണ് ഖത്തർ ഇപ്പോൾ നീങ്ങുന്നത്? ഏതെങ്കിലും ഈ ആക്രമണത്തിന് ശേഷം ഏതെങ്കിലും തരത്തിലുള്ള പൊളിറ്റിക്കൽ ഒരു ലൈൻ, ഖത്തറിന്റെ ലൈൻ മാറുമോ എന്നുള്ള കാര്യത്തിലൊക്കെ ഖത്തർ തന്നെ കൃത്യമായിട്ട് വ്യക്തമാക്കേണ്ടതാണ്. ഇക്കാര്യത്തിൽ ഇപ്പോൾ നിലവിൽ നടത്തിയ ഒരു വാർത്താ സമ്മേളനത്തിൽ വിദേശകാര്യ വക്താവ് മാജിദ് അൽ അൻസാരി നടത്തിയ ഒരു പ്രതികരണം, അഥവാ തൊട്ടു മുമ്പ് വൈറ്റ് ഹൗസിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ വൈറ്റ് ഹൗസിൻ വക്താവ് കരോലിന ലേവിറ്റ് ഇക്കാര്യം ഖത്തറിനെ ആക്രമിക്കുന്ന കാര്യം മുൻകൂട്ടി അറിയിച്ചിരുന്നു എന്ന തരത്തിലുള്ള പ്രസ്താവന നടത്തുകയുണ്ടായി. അത് സമ്പൂർണ്ണമായി തെറ്റാണ് എന്നാണ് മാജിദ് അൽ അൻസാരി ഇന്ന് പ്രസ്താവനയിലൂടെ അറിയിച്ചിട്ടുള്ളത്. ഇത് വളരെ സുപ്രധാനമായ ഒരു കാര്യമാണ്. ഈ ആക്രമണത്തിന് തൊട്ടു മുമ്പല്ല, ആക്രമണം നടക്കുന്ന സമയത്താണ് ഈ ഫോൺ കോൾ വന്നത് എന്നാണ് ഈ പ്രസ്താവനയിൽ പറയുന്നത്. അത് ഖത്തറിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ഇസ്രായേൽ ആക്രമണത്തെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു പ്രസ്താവനയാണ്. മാജിദ് അൽ അൻസാരി ഈ ഗസ അടക്കമുള്ള വിഷയങ്ങളിൽ വളരെ ശക്തമായ നിലപാട് സ്വീകരിക്കുന്ന ആളാണ്. അദ്ദേഹത്തിന്റെ എല്ലാ ആഴ്ചയും അദ്ദേഹം പത്രസമ്മേളനം നടത്താറുണ്ട്. തൊട്ടു മുമ്പ് ഗസയിലെ വെടിനിർത്തലുമായി ബന്ധപ്പെട്ട് ഈജിപ്തും ഖത്തറും നടത്തിയ ചില മധ്യസ്ഥ ശ്രമങ്ങളിൽ ഇസ്രായേലിന്റെ പ്രതികരണം ഇതുവരെ ഞങ്ങൾ കാത്തിരിക്കുകയാണ് എന്ന് കഴിഞ്ഞ 2 വാർത്താ സമ്മേളനങ്ങളിൽ മാജിദ് അൽ അൻസാരി പറഞ്ഞിരുന്നു. നമുക്ക് നേരത്തെ അറിയാം, ഹമാസ് നേരത്തെ ഖത്തറും അതുപോലെ ഈജിപ്തും യുഎസിന്റെ പങ്കാളിത്തത്തോടു കൂടി മുന്നോട്ട് വെച്ച വെടിനിർത്തൽ കരാർ, ഈ വെടിനിർത്തൽ കരാറിനെ ഹമാസ് അംഗീകരിച്ചിരുന്നു, ഇസ്രായേൽ അംഗീകരിച്ചിരുന്നില്ല. ഇത് കഴിഞ്ഞ 2 വാർത്താ സമ്മേളനങ്ങളിൽ മാജിദ് അൽ അൻസാരി എടുത്തു പറഞ്ഞിരുന്നു, ഞങ്ങൾ ഇസ്രായേലിന്റെ പ്രതികരണത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ്. ഇങ്ങനെ ഗസ വിഷയത്തിൽ വളരെ ശക്തമായ നിലപാട് സ്വീകരിക്കുന്ന, രാജ്യത്തിന്റെ നിലപാട് സ്വീകരിക്കുന്ന ആളാണ് മാജിദ് അൽ അൻസാരി. ഇദ്ദേഹമാണ് ഇന്ന് കുറച്ചു മുമ്പ് നടത്തിയ ഈ വാർത്താക്കുറിപ്പിൽ അൽ ജസീറ റിപ്പോർട്ട് ചെയ്യുന്നത് പ്രകാരം ഈ വാർത്താക്കുറിപ്പിൽ ഇങ്ങനെ അമേരിക്ക ഞങ്ങൾ നേരത്തെ അറിയിച്ചിരുന്നു എന്ന് പറയുന്നത് തെറ്റാണ് എന്ന് വ്യക്തമാക്കുന്നത് തന്നെയാണ്. അതാണ് അബ്ബാസ് പറഞ്ഞതുപോലെ, ഇപ്പോൾ അമേരിക്ക നടത്തിയിരിക്കുന്ന പ്രസ്താവനകൾ ഇല്ലെങ്കിൽ അവരുടെ അവകാശവാദങ്ങളെല്ലാം തള്ളുകയാണ് ഖത്തർ. അത്തരത്തിൽ യാതൊരു രീതിയിലും ആക്രമണത്തിന് മുൻപ് അമേരിക്ക ഈ ആക്രമണത്തെക്കുറിച്ച് അറിയിച്ചിരുന്നില്ല